അങ്ങനെ രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ മുറ്റം മൊത്തം നിറയെ വെള്ളമായിട്ട് കിടക്കുക. ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഈ കനാട് ഗാർഡനിൽ അങ്ങനെ അധികം മഴ പെയ്യാത്തൊരു സ്ഥലമാണ്, പക്ഷേ ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു. നല്ലൊരു പെർഫെക്റ്റ് ആംബിയൻസും കൂടെ ആയിരുന്നു രാവിലെ. അപ്പോഴത്തേക്കും മണി 8 ഞങ്ങൾക്കൊരു സൈക്കിൾ റൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കനാട് ഗാർഡനിലെ നമ്മുടെ സ്ട്രീറ്റ്സ് വഴിയിട്ട് ഒരു യാത്രയാണ്. ഞങ്ങൾ രാവിലെ തന്നെ അതിന് റെഡിയായി. രാവിലെ ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് ഞാനും മോളും ശക്തിമാനും റെഡിയായിട്ട് നിന്നു. ഇതൊക്കെ കണ്ടത് ഇപ്പോൾ പഴയ മാൻഷൻസാണ്. ഇതൊക്കെ 300-400 വർഷം പഴക്കമുണ്ട്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കുറേ മാൻഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ മുതലാളിമാർ ഒന്നുകിൽ സിംഗപ്പൂരോ മലേഷ്യയോ അമേരിക്കയിലൊക്കെ ആയിരിക്കും. ഇത് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ബിൽഡിങ്സ്, അതാണ് പ്രശ്നം. സമൃദ്ധി കാഴ്ചയൊക്കെ കണ്ടിട്ട് എൻ്റെ ബാഗിൽ കങ്കാരുവിനെ പോലെ തൂങ്ങിക്കിടപ്പുണ്ട്. അങ്ങനെ ചവിട്ടി ഏകദേശം ഞങ്ങൾ ഒരു പരുവായി. ഞങ്ങൾ കാരക്കുടി റെയിൽവേ സ്റ്റേഷനൊക്കെ കാണണമെന്ന് പറഞ്ഞ് പോയത്, പക്ഷേ അതൊന്നും നടന്നില്ല. ഇവിടെ വെച്ച് ചവിട്ടണ്ടേ, പിന്നെ ഒടുക്കത്തെ വെയിലും. ഈ നാട്ടിൻപുറ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാളവണ്ടി മത്സരത്തിൻ്റെ പ്രാക്ടീസാണ് നടക്കുന്നത്. റോട്ടിലൊന്നും ഒരു മനുഷ്യരില്ല, ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. പിന്നെ തിരിച്ച് ഞങ്ങൾ റിസോർട്ടിലോട്ട് പോകുന്നു. വരുന്ന വഴിക്ക് ഒത്തിരി മാൻഷൻസ്, ഇതുപോലെ പഴയ മാൻഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു മാൻഷനാണ് ഇത്. നിങ്ങൾ പലരും കാണും. കണ്ടുകൊണ്ടേൻ എന്ന് പറയുന്ന സിനിമയിലെ 1000 ജന്നൽ വീടെന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണിത്. ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്, ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഫൗണ്ടറായിട്ടുള്ള അണ്ണാമലൈ ചെട്ടിയാരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി. എന്താ അല്ലേ അടിപൊളി. തിരിച്ച് ഞങ്ങൾ റിസോർട്ടിലെത്തി. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ടൈമായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള ഒരു വഴിയിലാണ് ഞങ്ങൾ. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നിറച്ചും ബൊഗൈൻ വില്ലാസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സമൃദ്ധി ആദ്യമായിട്ടാണ് ബൊഗൈൻ വില്ല കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചൊക്കെ നോക്കുകയാണ് കക്ഷി. കയറി ചവിട്ടി നിന്നൊക്കെ പറിക്കുകയാണ്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലോട്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആണ്. കോൺഫ്ലേക്സും ബാക്കി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ബ്രെഡും കാര്യങ്ങളും. അത് ടോസ്റ്റ് ചെയ്തൊക്കെ തരും. പിന്നെ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ചെട്ടിനാടിൻ്റെ ഫ്ലേവേഴ്സ് അന്വേഷിച്ചാണല്ലോ. ഇവിടെ തന്നെ ഉള്ള മാങ്ങയാണ് കേട്ടോ ഇത്. പിന്നെ ഫ്രൂട്ട്സായിട്ട് വാട്ടർമെലണും മാങ്ങയായിട്ടാണ് ഉള്ളത്. സമൃദ്ധിക്ക് ഞാൻ കുറച്ച് മാങ്ങ എടുത്തു. പിന്നെ ഇവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്ലേറ്ററാണ്. അതിൽ നമുക്ക് ഇഡ്ഡലി ഉണ്ട്, പിന്നെ റാഗി മില്ലറ്റ് ഒക്കെ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു പുട്ടെന്നാണ് അവർ പറഞ്ഞത്. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഒരു പൾസസ് ഒക്കെ ഉണ്ടാക്കിയ ഒരു ദോശ, സാമ്പാർ, കാരച്ചട്നി, പിന്നെ വെള്ള ചമ്മന്തി. ഇതൊക്കെയായിരുന്നു അതിൻ്റെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ്. ഈ പൾസസ്, അതായത് നമ്മുടെ ഗ്രീൻ ഗ്രാമില്ല, അതിൻ്റെ ദോശയാണ്. അതും ദോശമാവും കൂടെ. പിന്നെ പനിയാരം ഉണ്ടായിരുന്നു. അതെല്ലാം അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരുന്നു. നല്ല പൂ പോലത്തെ ഇഡ്ഡലി. അതിങ്ങനെ ഈ കാര ചട്നിയിലും ഇങ്ങനെ മുക്കി, ആ വെള്ള ചമ്മന്തിയിലും ഒന്ന് മുക്കി അങ്ങനെ അടിച്ചാലുണ്ടല്ലോ അടിപൊളി. ഈ സമയം അപ്പുറത്തൊരാൾ ഭക്ഷണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കുളമൊക്കെ വെച്ചിട്ടുണ്ട്. അവൾ തന്നെ സ്വന്തമായിട്ട് കഴിച്ചോളും. അതുകൊണ്ട് നമ്മൾക്ക് ശല്യമില്ല. അവൾക്ക് ആവശ്യമുള്ളത് അവൾ കഴിച്ചോളും. എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അതുകൊണ്ട് പല കളികളാണ് ഇവിടെ. ഈ സ്പൂണിൻ്റെ അകത്ത് എടുക്കാനുള്ള പരിപാടിയാണ്. അവള് തന്നെ എടുക്കും, അവള് തന്നെ എടുത്ത് വെളിയിലിടും. ഒരു ബഹളമായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വയറ് നിറച്ച് പടമായി. ഞങ്ങൾ ഇതിൻ്റെ അടുത്തുള്ള ഒരു ലോണിൽ വന്ന് കുറച്ച് നേരം കിടന്നു. ഇനിയിപ്പോൾ ചെക്കൗട്ടിൻ്റെ ടൈമായി. അതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ സ്വിമ്മിംഗ് പൂളിലൊന്ന് പോകണം. ഞാനും സമൃദ്ധി എടുത്തുകൊണ്ട് ഒന്ന് ചാടി. അവൾക്ക് പിന്നെ
വെള്ളത്തിലോട്ട് അങ്ങ് വിട്ടാൽ മതി എന്നാണ്. എന്താ അടിപൊളി പൂളല്ലേ. ബാക്കിൽ നോക്കിയ നല്ല ഈ ബോഗൈൻ വില്ലാസ്. ഓ, എൻ്റെ മൂക്കിനെ മുറിച്ച്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ചെക്കൗട്ട് ടൈമായി. സമൃദ്ധി ഇവിടെ മുകളിൽ എക്സ്പ്ലോർ ചെയ്യാം. ഡോറിൻ്റെ ഒരു ഭംഗി നോക്കിയേ. സമൃദ്ധി എന്ത് ചെറുതല്ലേ. ഇതാണ് തനതായിട്ടുള്ള ചെട്ടിനാടിൻ്റെ ആർക്കിടെക്ചറും സ്റ്റൈൽസും. അവിടെ അമ്മയെ വിളിക്കുക, അവിടെ അമ്മയെ കാണാനായിട്ട്. സംഭവം ഇതിൻ്റെ എത്ര ഭംഗി ആസ്വദിച്ചിട്ട് നമുക്ക് മതിയാവുന്നില്ല. ഇതിൻ്റെ 2 വെതർ നമുക്ക് കിട്ടി. മഴയും കിട്ടി, അത് നല്ല ഒടുക്കത്തെ വെയിലുമാണ്. നമ്മൾ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത. ഞങ്ങൾ ഉച്ചയായി. ഞങ്ങൾ ആത്താങ്കുടി പാലസ് എന്ന് പറയുന്ന അടുത്തൊരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഇത് കാണുന്നത് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന ടൈൽസാണ്. അന്ധകാലത്തിൽ കണ്ടോ, എന്ത് ഭംഗിയല്ലേ. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഈ അടുത്ത് ഇറങ്ങിയ പവിഴമല്ലി എന്ന് പറയുന്ന നമ്മുടെ കയാതുലോഹറിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, അത് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരുന്നത്. എന്താ ഭംഗിയല്ലേ. കംപ്ലീറ്റ് ചെട്ടിനാടിൻ്റെ ടൈൽസും പിന്നെ ഈ കാണുന്നതെല്ലാം ഇറ്റലിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ടൈൽസും ഒക്കെ ഉണ്ട് ഇവിടെ. ബർമയിൽ നിന്ന് കൊണ്ടുവന്ന തടി, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വേൾഡ് ഹെറിറ്റേജ് എന്ന് പറയത്തക്ക വണ്ണത്തിൽ അങ്ങ് ഉണ്ടാക്കി ഇട്ടിരിക്കുകയാണ്. കാരണം അവർ പൈസ ഒന്നും നോക്കാതെ അവർ താമസിക്കുന്ന സ്ഥലത്ത് നോക്കിയേ. ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലോറൽ പാറ്റേൺസ് നോക്കിയേ, പെയിൻറ്റിങ്സ് നോക്കിയേ, എന്ത് ഭംഗിയല്ലേ. നമ്മൾ ഇതുവഴി നടക്കുമ്പോൾ എത്രയോ വർഷങ്ങൾ ഇതിൻ്റെ ഒരു ലെഗസി നമുക്ക് ഫീൽ ചെയ്യും. അതുമാതിരിയാണ് ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ജനലാണെങ്കിലും വാതിലുകളാണെങ്കിലും ഭംഗിയൊരു വേറെ തന്നെയാണ്. ഇവിടെ ഈ കാണുന്ന പ്രോപ്പർട്ടി ശരിക്കും കല്യാണം അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇവർ റെൻ്റ് ഔട്ട് ചെയ്യാറുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു. പക്ഷെ ഇവിടെ കല്യാണമൊക്കെ നടത്തിയാൽ അടിപൊളിയായിരിക്കും. അമ്മാതിരി വൈബാണ് ഇതിൻ്റെ അകമൊക്കെ. കാരണം ഇവരുടെ ഈ ഓണേഴ്സ് തന്നെ പലരും അമേരിക്കയിലും മലേഷ്യയിലും അങ്ങ് യൂറോപ്പിലൊക്കെയാണ്. അവരിവിടെ വരുമ്പോൾ ഇവർ കല്യാണം അതുപോലത്തെ ഗെറ്റ് ടുഗദറൊക്കെ ഇവിടെ എല്ലാവരുമായിട്ട് കൂടുന്നു. കാരണം അത്രയും വലിയ ഫാമിലിയാണ്. ഇവിടുത്തെ എൻട്രൻസ് ടിക്കറ്റ് 50 രൂപയാണ് പെർ ഹെഡിന്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ആത്താങ്കുടി ടൈൽ മേക്കിംഗ് പ്ലേസിലാണ്. അവിടെ നമുക്ക് ഇതുപോലെ ഒത്തിരി കഴിവുള്ള കിടിലം കലാകാരന്മാരെ കാണാം. കലാകാരന്മാരല്ല, ഇവരെന്ന് പറയാൻ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ മുത്തുമണികളാണ്. കാരണം ഇതുപോലെ നമ്മൾ ഈ ഹാൻഡ് മെയ്ഡിൽ ഈ ടൈൽസൊക്കെ ഉണ്ടാക്കുന്ന പറയുന്നത് ചില്ലറ ഒരു സ്കില്ലല്ല, അത് ഒരു സംഭവം തന്നെയാണ്. ഈ ആത്താങ്കുടി ടൈൽസ് എന്ന് പറയുന്നത് ഗ്ലാസ് സിമെൻറ്റ് കൊണ്ടാണ് ഇത് മേക്ക് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ തന്നെ പെയിൻറ്റ്, അത് ഇവരുടെ ഡിസൈൻസ് കാര്യങ്ങളും ഇവരുടെ അതിൻ്റെ അച്ചും കാര്യങ്ങളൊക്കെ ഇവരുടെ തന്നെ ഉണ്ട്. അങ്ങനെയാണ് ഇവരിത് മേക്ക് ചെയ്യുന്നത്. പ്യുവർലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അറിയാമല്ലോ, അതിന് അത്രയും വാല്യൂ ഉണ്ട് ഇവരുടെ വർക്കിന്. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവരിത് എങ്ങനെയാണിത് മേക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പിന്നെ ഡിസൈൻസ് അവരുണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചിരും. അവസാനം അതിൻ്റെ പുറത്ത് കുറച്ച് മണലും സിമെൻറ്റും കൂടെ മിക്സ് ചെയ്ത ഒരു മിക്സ്ചറാണത് മുകളിലിടുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ അമർത്തിയത് കാണിച്ചു. ഇത് ഒരു ഡിസൈൻ, ഇത് ചുമ്മാ ഡിസൈൻ, ഇത് നമ്മളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കി. ഇവർ വിൽക്കാനൊക്കെ പോയിട്ട് ഉപയോഗിക്കുന്നത് വേറെയാണ്. അത് അപ്പുറത്ത് കണ്ടോ, പ്ലാസ്റ്റർ ചെയ്ത് സിമെൻ്റ് ഇട്ട് നല്ല പൂശി കഴിഞ്ഞതിന് ശേഷം ഇത് ഇനി അവർ വെള്ളത്തിലിട്ട് വെക്കും. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇത് സിമെൻറ്റും കളറും. ഏതെങ്കിലും കാലത്തൊരു വീട് വെക്കുന്ന സമയത്ത് എന്തായാലും ഒരു മുറിയെങ്കിലും ആത്താങ്കുടി ടൈൽസ് ഇടണമെന്നൊരു വലിയൊരു ആഗ്രഹമുണ്ട് ഇവിടെ വന്നതിന് ശേഷം. ഇതെൻ്റെ ശ്രീമതിക്ക് വേണ്ടിയിട്ട് പുള്ളി പ്രിപ്പയർ ചെയ്യാണ്. എൻ്റെ ശ്രീമതിയുടെ ഡിസൈൻ ഇപ്പം തന്നെ കാണാം. അത് പുള്ളി ചെയ്തതല്ലേ, വേറെ എന്തെങ്കിലും അതേ വരുള്ളൂ. എന്തോന്നോ ചുഴലിക്കാറ്റാ. അങ്ങനെ എന്തൊക്കെയോ വരച്ചിട്ടുണ്ട്. ഇപ്പൊ കാണാം എന്താണ്
പുള്ളിക്കാരിയുടെ ഡിസൈനൊന്നും. സമൃദ്ധി എന്താ വിട്ട് നോക്കണുണ്ട്. കണ്ടല്ലോ, കൂൾ. ഇതാണ് ഡിസൈൻ. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻസ് നമുക്ക് ഇത് വേണമെങ്കിൽ വാങ്ങാൻ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ടൈൽസ് 100 200 ആണ്, എനിക്ക് ഓർമ്മയില്ല. ഇതുണ്ടോ, ഇത് വെള്ളത്തിലിട്ടതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡൊക്കെ അവർ ഗ്രൈൻഡിങ് ഒക്കെ ചെയ്ത് ഫിനിഷ് ചെയ്ത് ഒരു സെയിൽസിന് കൊടുക്കും. നല്ല തണുപ്പാണ് കേട്ടോ ടൈൽസ് നമ്മൾ തൊടുന്ന സമയത്ത്. ഇതുപോലത്തെ ടൈൽസുകളാണ് ഈ കാണുന്ന മാൻഷനുകളിലെല്ലാം കിടക്കുന്നത്. 300-400 വർഷങ്ങളായിട്ട് ഈ ടൈൽസിനൊന്നും ഒരു പ്രശ്നവും വരത്തില്ല. അത്രയും കിടിലമാണ് ഇവരുടെ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരുപാട് ടൈൽസിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒത്തിരി പേര് ഇത് വാങ്ങാനായിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ വീടൊക്കെ വെക്കുന്നവർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ആത്താങ്കുടി ടൈൽസൊക്കെ നമുക്ക് വാങ്ങാം. അങ്ങനെ ഉച്ചയായി സമയം. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇനി എന്താണ് അടുത്ത പരിപാടി എന്ന് നോക്കി ഞങ്ങൾ ടൈൽ മേക്കിംഗ് ഇൻഡസ്ട്രീസ് ഇവിടുന്ന് ഇറങ്ങി തൊട്ടടുത്തൊരു വണ്ടി, തുണി വിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഇങ്ങനെ തമിഴ്നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്, തുണി ഇങ്ങനെ കൊണ്ട് വിൽക്കും വണ്ടിയിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ചെട്ടിനാടിൻ്റെ സേവറീസ്. അത് ഒരു ഫേമസ് സംഭവമാണ് ഇവിടുത്തെ. ഇതാ ഈ ചൂടോടെ എടുത്തുകൊണ്ട് വരുന്ന ഈ സാധനം അതിരസമാണ്. നമ്മുടെ അവിടുത്തെ നെയ്യപ്പം പോലെയൊക്കെ ഇരിക്കും, പക്ഷെ ഇത് വേറൊരു ഐറ്റമാണ് അതിരസം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും നല്ല വെളിച്ചെണ്ണയിലുണ്ടാക്കിയ. പിന്നെ ഇത് മാത്രമല്ല, ഇവിടെ ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീട്ടിൽ തന്നെയാണ് കേട്ടോ. മുറുക്കാണ്. മുറുക്ക് ടൺ കണക്കിന് മുറുക്കുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഈ മുറുക്ക് ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ടിൽ ഞങ്ങൾക്ക് കിട്ടി. അവിടെ നിന്നാണ് ഇവരുടെ കോണ്ടാക്റ്റ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് ഇവരുടെ ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് വന്നതായിരുന്നു. എന്തൊരു ടേസ്റ്റ് എന്നറിയാമോ? ആ വെളിച്ചെണ്ണയുടെ ആ സ്മെല്ല് ഇങ്ങനെ ആ മുറുക്കിൽ നിൽക്കുകയാണ്. അത്ര ടേസ്റ്റാണ്. ഞങ്ങൾ കുറേ വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാനായിട്ടൊക്കെ. അവിടെ കുറച്ചു നേരം നിന്ന് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ചൂടോടെ വാരും നമുക്ക് തരും. അങ്ങനെ ഞങ്ങളും കുറച്ച് നിന്ന് കുറേ നേരം. അവിടെ ചേച്ചിമാർ തകൃതിയായിട്ട് ഇവിടെ മുറുക്കിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പർച്ചേസ് നടത്തി. ഒരു അച്ചാറ് മേടിച്ചു. പിന്നെ വേറെന്താ, കുറേ മുറുക്ക് വാങ്ങി. പല ടൈപ്പിൽ മുറുക്കുകൾ ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾ ചെട്ടിനാടൊക്കെ വരുമ്പോൾ ഈ മുറുക്ക് എന്തായാലും, ഇവിടുത്തെ മുറുക്കും ഈ അതിരസമൊക്കെ എന്തായാലും ട്രൈ ചെയ്യണം. അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ചേച്ചിമാർ അച്ചാറിന് മാങ്ങ ഇടുന്നുണ്ട്. മാങ്ങ സമൃദ്ധിക്ക് ഒരു പീസ് കൊടുത്തു. അത് വെച്ച് കടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കണ്ടോ എന്തോരം മാങ്ങയല്ലേ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഓണറുടെ വീട്ടിലോട്ടായിരുന്നു. ഇത് സ്ട്രിക്ട്ലി പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അങ്ങനെ പുറത്തുനിന്ന് ആർക്കും നമുക്ക് കയറാൻ പറ്റില്ല. ഞങ്ങൾ ഈ റിസോർട്ടിൽ പോയതുകൊണ്ട് മാത്രം ഞങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അങ്ങനെ കയറിയതാണ്. ഇത് ഭയങ്കര ഒരു അടിപൊളി, ഭയങ്കര ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ഒരു വലിയൊരു ബിൽഡിങ്ങാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇതായിരിക്കുന്ന ആ ഒരു ആനക്കൊമ്പ് മൈസൂർ രാജാവ് ഇവിടുത്തെ ചെട്ടിയാർക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഒറിജിനൽ ആനക്കൊമ്പ. പിന്നെ ഇവിടെ പ്രസിഡന്റ് വന്നിട്ടുണ്ട് ഈ വീട്ടിൽ. പിന്നെ അങ്ങനെ നെഹ്റു, അങ്ങനെ ഒത്തിരി പേര് ഈ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ ഇവിടുത്തെ ടൈൽസ്, ഇവിടെ ആത്താങ്കുടി ടൈൽസാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവരുടെ ഹാളും പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ചെട്ടിയാഴ്ച എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. എല്ലാവരും നല്ല പഠിക്കും ഇവരെല്ലാവരും. അതുകൊണ്ട് ഇവർ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ ഇവിടെ വീട് കണ്ടോ, ഷാൻലിയേഴ്സൊക്കെ കണ്ടോ, എന്തൊരു ഭംഗിയാണ് നോക്കിയത്. പിന്നെ ഇവരുടെ മെയിൻ ഈ അകത്തളം എന്ന് പറയുന്ന പോർഷനിലോട്ട് പോകാനായിട്ട് പുള്ളി കീസ് എടുക്കാൻ പോയിട്ടുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ.
പുള്ളി നമുക്ക് തുറക്കാം. ഇതിൻ്റെ സൈഡിൽ ഈ ചെട്ടിയാറുടെ കല്യാണത്തിൻ്റെ നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡൊക്കെ ഇവിടെ സൈഡിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. സമൃദ്ധി പ്ലേ ഗ്രൗണ്ട് കണ്ട പോലെ ഇങ്ങനെ ഓടി, അവൾക്ക് നിറച്ച് സ്ഥലമുണ്ടേ. അവിടെ ഗാന്ധിയൊക്കെ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നാണ് പറയണത്. ഇവരുടെ വീട്ടിൽ പിന്നെ ശക്തിമാന് പിന്നെ തമിഴൊക്കെ വായിക്കാന്ന് അറിയാന്നുള്ളതുകൊണ്ട് അവള് എന്തോ കാര്യമായിട്ടൊക്കെ വായിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ആനക്കൊമ്പ്, തടിയുണ്ടോ? ഇതും ഈ പറഞ്ഞതുപോലെയാണ്. ഇതിൻ്റെ അകത്ത് ഈ സൈഡിൽ മൊത്തം മുറികളാണ്. ഈ മുറിയുടെ മേളിലൊക്കെ ആ സ്ട്രക്ചേഴ്സ് നോക്കിയാൽ ആ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്ന തടിയിൽ എന്തൊരു ഭംഗി നോക്കണ്ടോ. ഇടിക്കാനും പൊടിക്കാനായിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. ഈ വീഡിയോ എടുക്കുമ്പോൾ സമൃദ്ധിക്ക് ഏകദേശം 1 വയസ്സ് കഴിഞ്ഞു, 1.5 വയസ്സാവാറായി. ആദ്യമായിട്ടാണ് സമൃദ്ധി ചാടുന്നത്. അത് ഈ ചെട്ടിനാട് ഈ കനാട് കാതലിലുള്ള ഈ മാൻഷനിൽ നിന്നാണ് സമൃദ്ധി ആദ്യമായിട്ട് അവള് ജമ്പ് ചെയ്യുന്നത്. 2 കാലിൽ ജമ്പ് ചെയ്യണം. അത് ഞങ്ങൾ ഈ കണ്ണാടി കൂടെ കണ്ടത്. അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വിശന്നു. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, നേരെ ശ്രീപ്രിയ മെസ് കാരക്കുടി ഭാഗത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ്സാക്കണ്ട ഇവിടുത്തെ ഊണ്. പക്ഷേ നിങ്ങളൊരു 11 മണിക്കെങ്കിലും അവിടെ എത്തണം. ഇല്ലെങ്കിൽ 1 മണിക്കൂറോളം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഫുഡ് അന്യായ ഫുഡ്, ഒരു രക്ഷയില്ല, മുടിഞ്ഞ ടേസ്റ്റാണ്. പിന്നെ മീനും മട്ടനും എല്ലാം ഉണ്ട്. ഞാൻ അവിടെ മട്ടൻ മേടിച്ചായിരുന്നു, നല്ല സോഫ്റ്റ് മട്ടൻ. അതും മട്ടൻ ചുക്കയും ചോറും. സാധാരണ ഞാൻ ഈ പുറത്ത് ഈ തമിഴ്നാട്ടിൽ പോയാൽ ഈ നോൺ വെജൊന്നും അധികം ചെയ്യാതെ, പക്ഷേ ഇവിടുത്തെ നോൺ വെജ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. അടിപൊളിയാണ്. നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് കഴിക്കണം. ഇവിടുത്തെ പെപ്പർ ചിക്കനും മട്ടൻ ചുക്കയാണ് ഞങ്ങൾ വാങ്ങിച്ചത്, ശ്രീപ്രിയ മെസ്. പിന്നെ തിരിച്ച് ഞങ്ങൾ വീണ്ടും റിസോർട്ടിലോട്ട് വന്നു. ഒന്നും കൂടെ 2-3 ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ എടുത്തു. ഞങ്ങൾ അപ്പോഴത്തേക്കും ടൈമൊക്കെ ഒത്തിരി ആയി. ഞങ്ങൾക്കിനി ഒരുപാട് ഓടിപ്പോണം. ഞങ്ങളിനി ചിദംബരം ക്ഷേത്രത്തിലോട്ട് ഇനി അടുത്ത യാത്ര. ഇനി അങ്ങോട്ട് പോകണം. ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ചിദംബര രഹസ്യം എന്ന് പറയുന്ന പൂജ, ചിദംബര രഹസ്യ പൂജ കാണാനാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സാരിയൊക്കെ വാങ്ങാനായിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടാണ്, ഈ കാണുന്ന തറിയിലോട്ടാണ് വന്നത്. കണ്ടോ, ഇവർ ഹാൻഡ് മെയ്ഡായിട്ടാണ് സാരി ഉണ്ടാക്കുന്നത്.
നമുക്കിവിടെ നിന്ന് സാരി മേടിക്കാം. നല്ല കോട്ടൺ ചെട്ടിനാട് സാരീസ് നമുക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് വാങ്ങാം. സാരി ഉണ്ടാക്കണുണ്ടോ? പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇവിടെ സാരി നോക്കി നോക്കി ഇപ്പോൾ തന്നെ ഏകദേശം 3/4 മണിക്കൂറോളമായി. അടിപൊളി കളേഴ്സും ഒക്കെ ഒരു ചെട്ടിനാട് കണ്ടാങ്കി സാരി എന്നാണ് നമ്മൾ പറയുന്നത്. ഈ സാരീസിന് ഒരു ചെക്ക് ടൈപ്പ് വരുന്ന കണ്ടാങ്കി കണ്ടോ. ഇത് ഞങ്ങളുടെ അമ്മമാർക്ക് എടുത്തതാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചിദംബരം നടരാജ ക്ഷേത്രത്തിലെത്തി. ചിദംബരത്ത് ഞങ്ങൾ രഹസ്യപൂജയും തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ അമ്പലത്തിൻ്റെ മുറ്റത്ത് പൂവെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയെ കാണുന്നത്. ആ ചേച്ചിയെ സമൃദ്ധിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേച്ചിയുടെ അടുത്ത് പൂ ചോദിക്കുന്നു, ആദ്യം വേണ്ടെന്ന് പറയുന്നു. പിന്നെ അവൾ തന്നെ വാങ്ങി അത് മണപ്പിച്ചു. ഈ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ആളുകളുടെ സ്നേഹം നമുക്ക് കാണാം. ഇതുപോലെ യാത്ര ചെയ്യണം, എന്തൊരു സ്നേഹമാണ് ആളുകൾക്ക്. അത് ഭയങ്കരമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. എന്ത് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണെന്ന് അറിയാം തമിഴ്നാട്ടിലുള്ളവർ. പിന്നെ അവർക്ക് കിട്ടിയ പ്രസാദ സമൃദ്ധിക്ക് കൊടുത്തു. സമൃദ്ധിക്കാണെങ്കിൽ ഞങ്ങൾ മധുരമൊന്നും അധികം കൊടുത്തിട്ടില്ലായിരുന്നു. മധുരമൊക്കെ കിട്ടിയപ്പോൾ ആള് നല്ല ഉഷാറ്, നല്ല കേസരി പായസം ഒക്കെ കൊടുത്ത് അത് കഴിച്ച് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ ആ പരിസരത്ത് തന്നെ ഇരുന്നു. ഇപ്പോൾ രാത്രി മണി ഏകദേശം 9 മണി കഴിഞ്ഞു. ഞങ്ങൾക്കിനി രാവിലെ തഞ്ചാവൂർ ഒക്കെ പോകണം. അപ്പോൾ ഇനി നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഫാം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ചൂസ്.